ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം മുട്ടത്തറയിലുള്ള ഈ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ നടന്നുകൊണ്ടിരുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ സമരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ കാവലിൽ ഒരാളെ ടെസ്റ്റിന് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളെല്ലാം പൊലിയുന്ന വെയിലിനെ അതിജീവിച്ചുകൊണ്ട് ഈ സമരം ചെയ്തത് ഇതിനു മുമ്പിൽ, അതായത് ഈ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ ഒരു പന്തൽ കെട്ടിക്കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പന്തൽ അവിടെ ഇല്ല. അത്തരത്തിൽ പന്തൽ പൊളിച്ചു മാറ്റിയതാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അത് അവിടെ നിന്ന് നീക്കേണ്ട സാഹചര്യം ഉണ്ടായതാണോ എന്ന കാര്യം കൃത്യമായി സമരസമിതിയുടെ നേതാക്കൾ തന്നെ വിവരിക്കും. ഇങ്ങനെ ഇവിടെ ഒരു സമരപന്തൽ ഉണ്ടായിരുന്നു, സ്ത്രീകളൊക്കെ അവിടെയാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് പൊളിച്ചു മാറ്റിയത്? കാര്യം വേറൊന്നുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ഇനി അത് ഇരുപടിയിരുന്നാൽ 2500 രൂപ വാടക കൊടുക്കണം ഒരു ദിവസം. അങ്ങനെ എത്ര ദിവസം വാടക കൊടുത്തു? കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി നാളെ ട്രെയിൻ ടെസ്റ്റ് ഇല്ല, ഇനി മറ്റന്നാളേയുള്ളൂ. അപ്പം കൊണ്ടുവച്ചാൽ മതി എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇത് താൽക്കാലികമായിട്ട് കെട്ടിയതായിരുന്നു? താൽക്കാലികമായിരുന്നു. പെർമനന്റ് കെട്ടാൻ പറ്റത്തില്ലല്ലോ. താൽക്കാലികമായിട്ട് ഞങ്ങൾ ഈ സമരപന്തലിന് ആക്ട് വെച്ചൊരു സാധനമാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇന്നലെ വലിയ പ്രതിഷേധമാണ് നടന്നത്. അതിൽ ഒരാൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഇവരെ സർക്കാർ ഒട്ടും പിന്നോട്ടില്ലെന്നാണ് അവരുടെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു തുടർ നീക്കം? ഞങ്ങളും പിന്നോട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ശരി തന്നെ ഗവൺമെന്റ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഗവൺമെന്റിന്റെ അധീനതയിൽ നമുക്ക് തരിക എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് അവർ തരാൻ തയ്യാറല്ല. ഡ്രൈവിംഗ് സ്കൂളുകാർ കൊടുക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത് ഈ 40 സ്ലോട്ട്, 30 സ്ലോട്ട്, 40 സ്ലോട്ടൊക്കെയാണ് അവർ തന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിനകത്ത് 120 സ്ലോട്ട്, 150 സ്ലോട്ടും കൊടുത്തുകൊണ്ടിരുന്നിടത്താണ് അവർ 30-40 കൊടുത്തിരുന്നത്. അത് പറ്റത്തില്ല. പിന്നെ ഇന്നലെ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് അവരിവിടുന്ന് CIT-കാരെ ഇറക്കി ഇവിടുത്തെ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിൽ ആ കുട്ടി പരാജയപ്പെട്ടു. എന്നാലും അവർ പൊളിക്കാൻ വേണ്ടി നോക്കിയാണ്. എന്ത് വന്നാലും ഇവർ ഏത് രീതിയിൽ നമ്മളെ യോജിച്ചിരുന്നാലും നമ്മൾ പിന്മാറും. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അങ്ങനെ നടക്കൂല എന്ന് മന്ത്രി വാശി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലല്ലെങ്കിൽ അവരവന്റെ വീടുകളിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ സമരം ചെയ്യണത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീടുകളിലും പുറത്തുമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, 120 പേര് ടെസ്റ്റിന് കയറിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 120 പേര് കയറണം. ഇല്ലെങ്കിൽ ഓരോ കുട്ടികളും ടെസ്റ്റ് എഴുതാൻ 1 വർഷം എടുക്കും. അപ്പോൾ അവർക്ക് വെളിയിൽ പോണവരും പഠിക്കാൻ പോണവരും ഒക്കെ കാണൂല. അവർക്കൊക്കെ അങ്ങനെ പറ്റുമോ? രണ്ടാമത് 15 വർഷമായ വണ്ടി, അത് കയറാൻ പറ്റൂല എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഈ വണ്ടി എന്ത് ചെയ്യണം ഞങ്ങൾ? അത് മന്ത്രി പറയിട്ട്. പിന്നെ ഈ 15 വർഷമുള്ള വണ്ടികൾ പുതിയത് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് മന്ത്രി സഹായം ചെയ്യുന്നുണ്ടോ? ആരും അത് ചെയ്യുന്നില്ല. പിന്നെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് 2.5 വർഷത്തിന് മുമ്പ് വേറൊരു മന്ത്രി ഭരിച്ചിരുന്നില്ലേ? അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ മന്ത്രിക്ക് മാത്രം എന്താ ഇത്ര ഉത്തരവം? അപ്പൊ അതുകൊണ്ട് നേരായ വഴിക്ക് നേരായ മാർഗം 4/2024 എന്ന ഈ കാര്യങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഞങ്ങളെ അടുത്ത് സഹകരിക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മന്ത്രിയുടെ അടുത്ത് ഒരു വിരോധവും ഇല്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ വീടുകൾ പട്ടിണിയാണ്. എന്തായാലും 40 പേർക്കായിരുന്നു ഇന്ന് ടെസ്റ്റ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ ഉദ്യോഗസ്ഥരെത്തി പുറത്തുനിന്ന് വായിച്ചെങ്കിലും ഒരാൾ പോലും ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നും ടെസ്റ്റ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയും ഗതാഗത വകുപ്പും ചർച്ച നടത്തുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി ഉള്ളത്. അത് അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് തൊഴിലാളി സംഘടന.